വിപ്ലവം പൂത്തുപൂത്തുലയുന്ന ക്ഷേത്രാങ്കണങ്ങൾ. മതമല്ല പ്രശ്നം. കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അത് ഞങ്ങളുടെ ഐഡന്റിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ട ഈ ഒരു വോയിസിലൂടെ ഈ വീഡിയോ ഇന്ന് തുടങ്ങേണ്ടി വന്നതിൽ മന്ത്രയ്ക്ക് നിരാശയുണ്ട്. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ മുൻ MLA KM ഷാജിയുടെ ഈ വാക്കുകൾ കോട്ട് ചെയ്യുവാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല. ഈ വീഡിയോ മതേതര ചിന്തകൾക്കെതിരായോ മതസ്പർദ്ധ വളർത്തുവാനോ വേണ്ടിയല്ല, മറിച്ച് ഹൈന്ദവ സംസ്കാരത്തെ മുറുകെ പിടിക്കുകയും ഭാരതമണ്ണിൻ്റെ പൈതൃകം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഹൈന്ദവൻ്റെ നിലനിൽപ്പിനായുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഈ അടുത്ത കാലത്താണ് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ക്ഷേത്രത്തിൽ അലോഷി എന്ന ഗസൽ ഗായകൻ വിപ്ലവഗാനം ആലപിച്ചതിനെതിരെ കോടതി മുന്നാകെ ഹർജി വന്നത്. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി പറഞ്ഞത് സംഭവത്തെ ലാഘവത്തോടെ കാണാനാകില്ല, സംഘാടകർക്കെതിരെ കേസെടുക്കാവുന്ന കുറ്റങ്ങൾ പ്രകടമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി. ഹിന്ദുമത സ്ഥാപനങ്ങളുടെ ദുരുപയോഗം തടയുവാൻ നിയമപ്രകാരം വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഡിവിഷൻ ബെഞ്ച് നിയമം മൂലം തടഞ്ഞിട്ടുള്ള പ്രവൃത്തികൾ നടക്കുന്നില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു. സ്റ്റേജിന് മുന്നിൽ കുപ്പിയും മറ്റും ഉയർത്തിപ്പിടിച്ച് യുവാക്കൾ നൃത്തം വച്ചത് ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്നും ഇവരെ വിശ്വാസികൾ എന്ന് വിളിക്കാനാകുമോ എന്നും കോടതി അന്ന് ചോദിച്ചിരുന്നു. ഗസൽ മന്ത്രയ്ക്കും വളരെ ഇഷ്ടമാണ്. കാണികൾ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ആ ഗാനം ആലപിച്ചതെന്ന് അലോഷി. ഈ വാദം നമ്മൾ വിശ്വാസികൾ കണക്കിലെടുത്താൽ തന്നെ അപ്രതീക്ഷിതമായി ആവശ്യപ്പെട്ട ഗാനം ആലപിച്ചപ്പോൾ പിന്നിൽ പാർട്ടി കൊടിയും ചിഹ്നങ്ങളുമൊക്കെ വന്നുപോയ ഡിജിറ്റൽ വീഡിയോ ഡിസ്പ്ലേ അപ്രതീക്ഷിതമായി കയ്യിൽ കരുതിയിരുന്നതാണോ എന്ന ചോദ്യം പ്രസക്തമാണ്. ഇതേ അലോഷി തന്നെയാണ് തിരുവനന്തപുരം ജില്ലയിലെ അവനവഞ്ചേരിയിലുള്ള ഇൻഡ്ലയപ്പൻ ക്ഷേത്രത്തിലും വിപ്ലവഗാനം ആലപിച്ചത്. തിരുവനന്തപുരം ആറ്റിങ്ങൽ അവനവഞ്ചേരി ഇൻഡ്ലയപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിക്കിടയിലും വിപ്ലവഗാനം ആലപിച്ചു. കടയ്ക്കൽ ക്ഷേത്രോത്സവത്തിനിടെ വിപ്ലവഗാനം പാടി വിവാദത്തിലായ ഗസൽ ഗായകൻ അലോഷിയാണ് ആറ്റിങ്ങലിലും വിപ്ലവഗാനം ആലപിച്ചത്. അത് സംഘാടകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണെന്നും അലോഷി പറഞ്ഞിരുന്നു. ശരിയാണ്, പണ്ടൊക്കെ ക്ഷേത്രപ്പറമ്പുകളിലെ ഉത്സവ സ്റ്റേജുകളിലൂടെയാണ് കമ്മ്യൂണിസം വളർന്ന് പന്തലിച്ചത്. പക്ഷേ അന്ന് ഹിന്ദുവിൻ്റെ നാശം കമ്മ്യൂണിസത്തിൻ്റെ ലക്ഷ്യമല്ലായിരുന്നു. അന്നൊക്കെ KPACയുടെ നാടകങ്ങൾക്ക് സ്റ്റേജിന് മുന്നിലിരുന്ന് കൈയടിച്ച് കോൽമയർ കൊണ്ടത് ഹിന്ദുക്കളല്ലാതെ മറ്റാരുമായിരുന്നില്ല. അന്ന് കമ്മ്യൂണിസം അസന്തുലിതാവസ്ഥയ്ക്കെതിരെയുള്ള സാധാരണക്കാരൻ്റെ ഒരു പ്രതീക്ഷയായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. കമ്മ്യൂണിസം നിലനിൽപ്പിൻ്റെ അവസാന കച്ചിത്തുരുമ്പായ ന്യൂനപക്ഷ പ്രീണനത്തിലൂടെ പാർട്ടിയെ വളർത്തി വലുതാക്കിയ ഹിന്ദുവിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതിനായി കൂട്ടുപിടിച്ചിരിക്കുന്നത് ഭാരതത്തെ തന്നെ നശിപ്പിക്കാൻ ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന സംഘടനകളെയും. ദേവസ്വം ബോർഡിനുള്ളിലും ക്ഷേത്ര ഭരണ ചുമതലകൾക്കുള്ളിലും ഇപ്പോൾ ചുവപ്പ് വളരെ ഗംഭീരമായി ഭീമമായി തിരികെ കയറ്റിയിട്ടുണ്ട്. പാർട്ടിക്കായി എന്തും ചെയ്തിരുന്ന ഗുണ്ടകളുടെ സേവന സ്മരണാർത്ഥം മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥാപനങ്ങളിൽ സെക്യൂരിറ്റി ജോലി നൽകി ആദരിച്ചതിൻ്റെ പരിണിത ഫലം ആശുപത്രികളിൽ വന്നുപോയ സാധാരണക്കാരെ എടുത്തിട്ടലക്കുന്ന ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടതാണ്. ആശുപത്രികളിൽ ഇടിമുറികൾ സൃഷ്ടിച്ച വാർത്ത പോലും വന്നിരുന്നു. അതുപോലെയാണ് ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയും അവസ്ഥ. ഇന്നലെ ഗുരുവായൂരിൽ നടന്നതും അതിൻ്റെ മകുട ഉദാഹരണമാണ്. ദർശനത്തിനായി ക്യൂ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ സെക്യൂരിറ്റി വിശ്വാസികളായ അച്ഛനെയും മകനെയും മർദ്ദിക്കുന്നതിൻ്റെ വീഡിയോകൾ നമ്മൾ കണ്ടതാണ്. ഇതേ ക്ഷേത്രത്തിൽ തലയൊന്നിന് 1000 രൂപ കണക്കിൽ ക്യൂ നിൽക്കാതെ ദേവദർശനം നൽകുന്ന വിവേചനത്തിന് മന്ത്ര വീഡിയോയിലൂടെ മുൻപ് വിമർശിച്ചിട്ടുണ്ട്. കാലം മാറി വരികയാണ്. ഭാരതത്തിനുള്ളിലെ സമാധാന ജീവിതം തച്ചുടയ്ക്കാൻ അതിർത്തി രാജ്യങ്ങളും അവർക്ക് ഒത്താശ ചെയ്യുന്ന രാജ്യത്തിനകത്തെ തീവ്ര മതവാദികളും നിരന്തരം ശ്രമിക്കുകയാണ്. അതിൻ്റെ ഇന്നത്തെ ഉദാഹരണങ്ങളിലൊന്നാണ് ബംഗാളിൽ നാം കണ്ടത്. जिनके सामने मेरी माँ बहन बेटियों का बलात्कार हो रहा है, जिनके सामने मेरी मंदिरों का विध्वंस किया जा रहा है. इंदिरा काल में होता तो मान लेते, नेहरू काल में होता तो मान लेते. अरे जिसे मैंने भगवान कृष्ण मान करके अपने सीने में बिठा रखा था, उसके समय में ऐसी पीड़ा कश्मीर से भागने में तो हमें उतना दुख नहीं हुआ जो दुख ये बंगाल में पलायन होते हुए देख रहा हूँ. മുസ്ലിം രാജ്യങ്ങളിൽ പോലും കാണാത്ത എന്നാൽ ഭാരതത്തിൽ മാത്രമുള്ള
വഖഫ് എന്ന സംഘടന സൃഷ്ടിച്ച് അതിലേക്കായി നിയമനിർമ്മാണവും കാലാകാല തിരുത്തലുകളും നടത്തി രാജ്യം തീറെഴുതി നൽകിക്കൊണ്ടിരുന്ന നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള കോൺഗ്രസിൻ്റെ അജണ്ടയ്ക്കുമേൽ ബില്ല് തിരുത്തി നിയമം പാസാക്കിയതിനെതിരെ ബംഗാളിൽ നടന്ന പ്രതിഷേധാക്രമണത്തിൽ കൊല്ലപ്പെട്ടതും പലായനം ചെയ്തതും സംഘികൾ എന്ന പേരിൽ ഹിന്ദുക്കളായിരുന്നു. അതുതന്നെയാണ് പഹൽഗാമിലെ തീവ്രവാദ കൂട്ടക്കുരുതിയിൽ ഇന്നലെ നമ്മൾ കണ്ടതും. ഓർക്കുക, നിങ്ങൾ സംഘിയാണോ, കമ്മിയാണോ, കോങ്ങിയാണോ, ദളിതനാണോ, ബ്രാഹ്മണനാണോ, അല്ലെങ്കിൽ ക്ഷത്രിയനാണോ, തമിഴനാണോ, മലയാളിയാണോ എന്നല്ല തീവ്രവാദികൾ ചോദിച്ചത്, ഹിന്ദുവാണോ എന്ന് മാത്രമാണ്. പറയുന്നത് സത്യമാണോ എന്നറിയാൻ വസ്ത്രം പോക്കി മതചിഹ്നം തേടിയാണ് ഭാരത മക്കളെ ചുട്ടുതള്ളിയത്. എത്ര നീചവും നിന്ദ്യവും ക്രൂരവുമായ കൃത്യം. അതെ, മതം മാത്രമാണ് പ്രശ്നം. അതുകൊണ്ടാണ് തുടക്കത്തിൽ മന്ത്ര KM ഷാജിയുടെ വോയിസ് ഇട്ടത്. കാരണം ഇതൊരു ഷാജിയുടെ മനസ്സിൽ മാത്രമുള്ള ഒന്നല്ല. ഹൈന്ദവനെ തച്ചുടച്ച് ഭാരതത്തെ ഒരു താലിബാനാക്കാൻ സ്വപ്നം കാണുന്ന ഓരോ മത തീവ്രവാദികളുടെയും മനസ്സിലുള്ളതാണ് ഷാജി. ആ സത്യം പരസ്യമായി വിളിച്ചു പറഞ്ഞു. അൽഹിന്ദിനെ ആക്രമിച്ച് കീഴടക്കുന്നവർക്ക് നേരിട്ട് സ്വർഗവാഗ്ദാനമുണ്ട്. ദൈവവിശ്വാസികളായ ഹൈന്ദവരോട് മന്ത്രയ്ക്ക് പറയുവാനുള്ളത്, രാഷ്ട്രീയത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഘടിച്ചു നിൽക്കാതെ മത തീവ്രവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയമാണിത്. മതം നോക്കി മനുഷ്യനെ കൊല്ലുന്നവന് ഒരിളവും പാടില്ല. തീവ്രവാദത്തിൻ്റെയും മതവെറിയുടെയും ഇരകൾ ഭാരതത്തിൽ എന്നും നിരപരാധികളായ ഹിന്ദുക്കളാണ്. ഇന്നവർ പല കൊടികൾക്ക് കീഴെ വളരെ സുരക്ഷിതമായി നിന്ന് ഹൈന്ദവൻ്റെ ആചാരങ്ങളെയും അവൻ്റെ അനുഷ്ഠാനങ്ങളെയും പുച്ഛിക്കുന്നു. സംഘി എന്ന ലേബൽ പറഞ്ഞ് ഹിന്ദുക്കളെ വിഘടിക്കുന്നു. ലക്ഷ്യം വ്യക്തം. ഇനിയും അത് ഹൈന്ദവ വിശ്വാസികൾക്ക് വ്യക്തമായില്ലെങ്കിൽ ഭാരതം കണ്ണുനീരിലാണ്ട ഈ ആക്രമണത്തിൻ്റെ വാർത്തകൾക്കും പോസ്റ്റുകൾക്കും താഴെ സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റുകളിലൂടെ ഒന്ന് സഞ്ചരിക്കുക. നമ്മുടെ നികുതിപ്പണം മുക്കിയും നക്കിയും ചീർക്കുന്ന രാഷ്ട്രീയ കോമരങ്ങൾക്ക് അവരുടെ നിലനിൽപ്പ് മാത്രമാണ് ലക്ഷ്യം. അതിനായി അവർ ഖഫിയ ധരിച്ച് തീവ്രവാദികൾക്ക് ഐക്യദാർഢ്യം നൽകും, സമ്മേളനങ്ങളും നടത്തും. ഇസ്രയേലിൽ ആഘോഷത്തിലായിരുന്ന പാവം മനുഷ്യരെ കൂട്ടക്കുരുതി ചെയ്തപ്പോഴും, ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൊന്നുതള്ളി ഹിന്ദു സ്ത്രീകളെ ബലാത്കാരം ചെയ്തപ്പോഴും അതിനെതിരെ സംസാരിക്കാൻ ഒരിരട്ടച്ചങ്കനെയും നമ്മൾ കണ്ടില്ല. നിങ്ങൾ കമ്മിയോ, സംഘിയോ, കൊങ്ങിയോ, നിരീശ്വരവാദിയോ, ഈശ്വരവാദിയോ ആരുമായിക്കൊള്ളട്ടെ, മതപുസ്തകത്തിലെ സ്വർഗത്തിനു വേണ്ടി ഭൂമിയിലെ സ്വർഗമായ ഭാരതം നരകമാക്കുന്ന മത മനോരോഗികളിൽ നിന്നും അവരെ ന്യായീകരിക്കുന്ന തീവ്രവാദികളിൽ നിന്നും അകലം പാലിക്കുക. കാരണം മതം തിരിഞ്ഞുള്ള വംശഹത്യയിൽ നിങ്ങൾ എപ്പോഴും ശത്രുപക്ഷത്താണ്. ഏവർക്കും നന്മകളുണ്ടാകട്ടെ.